പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മാച്ച് കാർഡുകളെ സംബന്ധിച്ചും സെഗ്മെൻറ്റിനെ സംബന്ധിച്ചുമാണ്. സേവിയർ വുഡ്സ് വേഴ്സസ് കെരൺ ക്രോസ് തമ്മിലുള്ള സിംഗിൾസ് മത്സരം അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ റോ എപ്പിസോഡിൽ നടന്ന ഒരു 6 മാൻ ടാഗ് ടീം മത്സരത്തിൽ കെരൺ ക്രോസ് ലീഡ് ചെയ്യുന്ന ദി ഫൈനൽ ടെസ്റ്റ്മെൻറ്റ് എന്ന ടീം അക്കിറ ടൊസാവ, ഔട്ടിസിക്, സേവിയർ വുഡ്സ് തുടങ്ങിയവരെ പരാജയപ്പെടുത്തി. പിന്നീട് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ സേവിയർ വുഡ്സ് ഈ ഒരു സിംഗിൾസ് മത്സരം കെരൺ ക്രോസിനെതിരെ അടുത്ത റോയിലേക്ക് ചോദിച്ചു വാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു മത്സരം കൺഫേം ചെയ്തിട്ടുള്ളത് വുമൻസ് ഡിവിഷനിൽ നിന്നുള്ള ഒരു 6 വുമൺ ടാഗ് ടീം മത്സരമാണ്. ലൈറ വാൽക്കീരിയ, കേഡൻ കാർട്ടർ, കൻഡാന ചെൻസ് തുടങ്ങിയവരുടെ 3 അംഗ ടീം നേരിടുന്നത് സോണിയ ഡെവിൽ, ജോയ് സ്റ്റാർക്ക്, ഷൈന ബേസ്ലർ തുടങ്ങിയവരെയാണ്. ഇന്നത്തെ റോ എപ്പിസോഡിൽ സോണിയ ഡെവിൽ ലൈറ വാൽക്കീരിയയെ പരാജയപ്പെടുത്തി. മത്സരത്തിൽ ഉടനീളം കേഡനും കൻഡാന ചാൻസും ഈ ലൈറ വാൽക്കീരിയയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി റിംഗ് സൈഡിലുണ്ടായിരുന്നു. സോണിയയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഷൈന ബേസ്ലറും ജോയ് സ്റ്റാർക്കും ഉണ്ടായിരുന്നു. ഈ ഷൈന ബേസ്ലർ, ജോയ് സ്റ്റാർക്ക് തുടങ്ങിയവരുടെ സഹായം തന്നെയാണ് മത്സരത്തിൽ സോണിയ ഡെവിൽ വിജയിക്കാനുള്ള കാരണമായി മാറിയത്. അതിന് പ്രകാരമുള്ള ഒരു 6 വുമൺ ടാഗ് ടീം മത്സരമാണ് അടുത്ത റോയിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗുന്തർ എന്ന നിലവിലെ നമ്പർ 1 കണ്ടൻഡറും നിലവിലെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ഫിൻ ബെലറും തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്ത റോയുടെ മെയിൻ ഇവൻറ്റും ഈ ഒരു സിംഗിൾസ് മത്സരം ആകാൻ സാധ്യതയുണ്ട്. ഗുന്തർ റോ എപ്പിസോഡിൻ്റെ തുടക്കത്തിലെ പ്രൊമോ സെഗ്മെൻറ്റിൽ ജഡ്ജ്മെൻറ്റ് ഡേ ഗ്രൂപ്പിനെ ഒന്നടങ്കം കളിയാക്കുന്നുണ്ട്. പിന്നീട് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലാണ് ഫിൻ ബെലർ ഗുന്തറിനെതിരെ താൻ വിജയിച്ച് കാണിച്ച് ജഡ്ജ്മെൻറ്റ് ഡേ ഗ്രൂപ്പ് എത്രത്തോളം അപകടകാരിയാണ് എന്നുള്ളത് തെളിയിച്ചു കൊടുക്കുമെന്നുള്ളത് പറഞ്ഞ് ഈ ഒരു സിംഗിൾസ് മത്സരം ചോദിച്ചു വാങ്ങുന്നത്. അടുത്ത റോയിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് CM പങ്ക്, സെത്ത്, ഡ്രൂ മാക്കിൻറ്റയർ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണ്. CM പങ്ക് വേഴ്സസ് ഡ്രൂ മാക്കിൻറ്റയർ തമ്മിലുള്ള സമ്മർ സ്ലാമിലെ മത്സരത്തിൽ ആ മത്സരം നിയന്ത്രിക്കാൻ വരുന്നത് സ്പെഷ്യൽ ഗസ്റ്റ് റഫറിയായി സെത്ത് റോളിൻസ് ആണ്. അപ്പോൾ സെത്ത് റോളിൻസിൻ്റെ റഫറി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സെഗ്മെൻറ്റാണ് അടുത്ത റോയിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു ഭാഗങ്ങൾ അടുത്ത റോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത റോയിലേക്ക് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളും സെഗ്മെൻറ്റുകളും. ഇനി മറ്റ് സ്റ്റോറി ലൈൻ അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ലിവ് മോർഗൻ വേഴ്സസ് റിയ റിപ്ലി തമ്മിൽ സമ്മർ സ്ലാം 2024 നടക്കാൻ പോകുന്ന വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ഡൊമിനിക് മെയ്സ്റ്റീരിയോ റിയ റിപ്ലിയെ ചതിക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ? ഡൊമിനിക് മെയ്സ്റ്റീരിയോ ലിവ് മോർഗൻ്റെ ഒപ്പം നിൽക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ സാധ്യതകൾ എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ റോ എപ്പിസോഡിൽ ഈ സ്റ്റോറി ലൈനെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് പോയിന്റുകൾ നമുക്ക് കാണാൻ സാധിച്ചു. അതായത് ഡൊമിനിക് മെയ്സ്റ്റീരിയോ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ റിയ റിപ്ലിയോട് ചോദിക്കുന്നുണ്ട് ജെ ഊസോയുമായി അടുക്കുന്നത് എന്തിനാണ് എന്നുള്ളത്. അപ്പോൾ റിയ കൊടുക്കുന്ന മറുപടി അത് തമാശക്കാണ് എന്നുള്ളതാണ്. പിന്നീട് ഫിൻ ബെലറും ജഡ്ജ്മെൻറ്റ് ഡേയിലെ മറ്റ് ഗ്രൂപ്പ് അംഗങ്ങളും ജെ ഊസോയെ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ആക്രമിക്കുകയും അതിന് പ്രകാരം മെയിൻ ഈവൻറ്റിലേക്ക് ജെ ഊസോയും സാമി സെയിനും ടീമായിക്കൊണ്ട് ഫിൻ ബെലർ, JD മെക്ഡൊണാൾഡ് തുടങ്ങിയ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാർക്കെതിരെയുള്ള ഒരു നോൺ ടൈറ്റിൽ സിംഗിൾസ് ടാഗ് ടീം മത്സരം വരുന്നതുമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. മത്സരത്തിൽ ജെ ഊസോയും സാമി സെയിനുമാണ് വിജയിച്ചത് എന്നുണ്ടെങ്കിലും ജഡ്ജ്മെൻറ്റ് ഡേ ഗ്രൂപ്പിനെ സംബന്ധിച്ച് അത് മോശപ്പെട്ട ഒരു തോൽവി തന്നെയാണ്. അതും നിലവിലെ ടാഗ് ടീം ചാമ്പ്യന്മാരാണ് തോറ്റത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ റിയ റിപ്ലി, ലിവ് മോർഗൻ, ഡൊമിനിക് മെയ്സ്റ്റീരിയോ തുടങ്ങിയവരുടെ നിലവിലെ ഈ ഒരു സ്റ്റോറി ലൈൻ ഇന്നത്തെ റോയിൽ കാണിച്ചിരിക്കുന്ന മറ്റൊരു വാല്യൂ ഉള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഡൊമിനിക്കിനെ റിങ്ങിലേക്ക് പിടിച്ചു കൊണ്ടുവന്നുകൊണ്ട് റിയ പറയുന്നുണ്ട് ലിവ് മോർഗൻ നീ റിങ്ങിലേക്ക് വരണം, നമുക്ക് ഈ പ്രശ്നങ്ങൾ ഇവിടെ വെച്ച് തീർക്കാമെന്നുള്ളത്. പക്ഷേ ആ റിങ്ങിലേക്ക് ലിവ് മോർഗൻ വരുന്നില്ല. ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് മുകളിൽ നിന്നാണ് ലിവ് മോർഗൻ സംസാരിക്കുന്നത്. റിയ റിപ്ലി അങ്ങോട്ട് പോയി പ്രശ്നങ്ങൾ തീർക്കാമെന്നുള്ളത് നോക്കുന്ന സമയത്ത് ഡൊമിനിക് മെയ്സ്റ്റീരിയോ റിയ റിപ്ലിയെ പിടിച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് ഡൊമിനിക്ക് പറയുന്നുണ്ട് ലിവ് മോർഗൻ നിന്നോട് എനിക്ക് തീരെ താല്പര്യമില്ല, നിന്നെ ഞാൻ വെറുക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ലിവ് മോർഗൻ കരഞ്ഞുകൊണ്ട് വളരെ ദുഃഖത്തിൽ അവിടെ നിന്ന് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ അതിനുശേഷം പിന്നെയും കരയുന്ന ലിവ് മോർഗൻ്റെ വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ WWE പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ കുറേയധികം ആരാധകർക്ക് ഈ ഒരു സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെടാത്ത കുറച്ച് ആരാധകരുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും റൊമാൻറ്റിക് ലെവലിലുള്ള സ്റ്റോറി അവർ കാണാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ മെജോറിറ്റി ഇത്തരത്തിലുള്ള സ്റ്റോറി കാണാൻ ആഗ്രഹിക്കുന്നു. അത് സോഷ്യൽ മീഡിയയിൽ നല്ല ഒരു വ്യൂവർഷിപ്പ് ഇവരുടെ സെഗ്മെൻറ്റിൻ്റെ ക്ലിപ്പ് ഇടുമ്പോൾ തന്നെ WWE നേടിക്കൊടുക്കുന്നുമുണ്ട്. ഏകദേശം ഞാൻ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് നോക്കുമ്പോൾ മാത്രം 1.7 മില്യണിൽ അധികം ഈ 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ക്ലിപ്പുകൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ സ്റ്റോറിക്ക് ആരാധകർക്ക് വലിയ താല്പര്യമുണ്ട് എന്നുള്ളത് അർത്ഥം. അപ്പോൾ സമ്മർ സ്ലാമിൽ നടക്കാൻ പോകുന്ന ഈ ഒരു മത്സരത്തിൽ ഒരു വേൾഡ് ടൈറ്റിൽ മത്സരം എന്നുള്ളതിൽ ഉപരി എല്ലാവരും ഉറ്റുനോക്കുന്നത് ഡൊമിനിക് മെയ്സ്റ്റീരിയോയുടെ ഒരു സ്റ്റാൻഡ് എവിടേക്കായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡൊമിനിക് മെയ്സ്റ്റീരിയോ റിയ റിപ്ലിയെ 101%
ചതിക്കാൻ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് പങ്കുവെക്കാനുള്ളത്. അതിന് കൃത്യമായ പോയിന്റുകളുണ്ട്. അതിൽ ഒന്നാമത്തേത് റിയ റിപ്ലി ഇതിനോടകം തന്നെ ഫേസ് ടേൺ ആയി എന്നുള്ളതാണ്. അതായത് ഈ ഒരു സ്റ്റോറി ലൈനിൽ മാത്രമല്ല, റിയ റിപ്ലി തിരിച്ചു വന്നതിന് ശേഷം താരത്തിൻ്റെ ആ ഒരു മുഖഭാവവും താരത്തിൻ്റെ ആ ഒരു പെരുമാറ്റവും ഒക്കെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം റിയ റിപ്ലി ഒരു ഫേസ് ക്യാരക്ടറിന് സമാനമായ രീതിയിലാണ് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ താരത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഫേസ് ടേൺ ആയിരിക്കും നമുക്ക് സമ്മർ സ്ലാമിലൂടെ കാണാൻ സാധിക്കുക. ഡൊമിനിക് ആണെങ്കിൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹീൽ വർക്ക് അതിൽ തന്നെ മുന്നോട്ട് പോയി ലിവ് മോർഗൻ്റെ കൂടെ നിന്നുകൊണ്ട് മറ്റൊരു തരത്തിലുള്ള സ്റ്റോറി ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലിവ് മോർഗനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റിയയെ ചതിക്കുന്ന ഡൊമിനിക്കിൻ്റെ ഭാഗങ്ങളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അതിലൂടെ ലിവ് മോർഗനെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് സമ്മർ സ്ലാം 2024 നടക്കാൻ പോകുന്നത്. മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്, സമ്മർ സ്ലാം 2024 പുതുതായി കൺഫേം ചെയ്തിട്ടുള്ള CM Punk വേഴ്സസ് ഡ്രൂ മാക്കിൻറ്റയർ തമ്മിലുള്ള മത്സരം, സ്പെഷ്യൽ ഗസ്റ്റ് റഫറിയായി സെത്ത് വരുന്ന മത്സരം, അതിൽ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് റോ എപ്പിസോഡിൽ വന്നിട്ടാണ് ഏദം പിയേഴ്സ് സെത്ത് റോളിൻസിനെ സ്പെഷ്യൽ ഗസ്റ്റ് റഫറി ആയിട്ട് അനൗൺസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡ്രൂ മാക്കിൻറ്റയറിൻ്റെ പെരുമാറ്റം, CM Punk ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം കാരണം നല്ലൊരു റഫറിയെ ആവശ്യമാണ്. എന്നാൽ നിലവിലുള്ള റഫറിമാർക്ക് ഈ രണ്ട് സൂപ്പർ താരങ്ങളുടെ മത്സരം നിയന്ത്രിക്കുന്നതിൽ ചില പരിമിതികൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് റഫറിയെ ആവശ്യമാണ്. അപ്പോഴാണ് സെത്തിൻ്റെ ഒരു ആവശ്യം അവിടെ ഉയർന്നത്. സെത്താണെങ്കിൽ രണ്ട് പേർക്കും തുല്യമായിട്ട് ഒരു ന്യൂട്രലായിട്ടാണ് നിൽക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് പേരും സെത്തിനെ സംബന്ധിച്ച് ശത്രുക്കളാണ്. അപ്പോൾ റിസൾട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സെത്ത് ഡ്രൂവിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ആ മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ചില മൊമെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതിലൂടെ സെത്ത് പൂർണ്ണമായി ഹീലാകുന്നതും സെത്ത് വേഴ്സസ് CM Punk അങ്ങനെയുള്ള ഒരു സ്റ്റോറിയുടെ ഒരു ആരംഭം, ഒരു പീക്ക് ലെവലിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതുവരെ ചില മൊമെൻറ്റ്സ് കാണിച്ച് പങ്കും സെത്തും തമ്മിലുള്ള ഒരു ഫ്യൂഡ് വരുന്നതിൻ്റെ ബിൽഡപ്പാണ് നടന്നത് എന്നുണ്ടെങ്കിലും ഈ മത്സരത്തിൽ CM Punkനെ പരാജയപ്പെടുത്തുന്ന പോയിന്റിലേക്ക് സെത്ത് നിന്നാൽ പിന്നീട് പങ്ക് വേഴ്സസ് സെത്ത് തമ്മിലുള്ള ഒരു സ്റ്റോറി തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. റസൽമീനിയയിൽ നടക്കേണ്ട മത്സരമാണെങ്കിലും ഒരു പക്ഷേ ഒരു 3 മാച്ചുള്ള രീതിയിൽ അവർക്ക് ഒരു ലോങ് ടേം സ്റ്റോറി ബുക്ക് ചെയ്ത് ചിലപ്പോൾ ഈ ഒരു സ്റ്റോറി സമ്മർ സ്ലാമിന് ശേഷം നടത്താനും സാധ്യതയുണ്ട്. അപ്പോൾ സെത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് സെത്തിൻ്റെ ഈ ഒരു ഹീൽ ടേണിലേക്ക് നയിക്കുന്ന പോയിൻ്റ് ആയിരിക്കുമെന്നാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.